വഞ്ചിതരായി പൂകാളേ സച്ചിന്മയനാം സദ്ഗുരു രൂപം വിളയാടേണം ആത്മാവിൽ. സച്ചിന്മയനാം സദ്ഗുരു രൂപം വിളയാടേണം ആത്മാവിൽ. ചഞ്ചലമാനസരാഗാരേ വഞ്ചിതരായി പോകാതെ പതരാതുള്ള ചിന്തയിലും പരമാനന്ദം പ്രാപിച്ചു. പതരാതുള്ള ചിന്തയിലും പരമാനന്ദം പ്രാപിച്ചു. പരമാത്മാവിൻ സത്യത്തെ പരിചോടെന്നും പാലിക്ക. പരമാത്മാവിൻ സത്യത്തെ പരിചോടെന്നും പാലിക്ക. സ്വർഗപിതാവിൻ്റെ പൊന്മുഖം കാണുവാൻ കണ്ണുനീരോടുകൂടി സ്വർഗപിതാവിൻ്റെ പൊന്മുഖം കാണുവാൻ കണ്ണുനീരോടുകൂടി ഓരോ യുഗത്തിലും ആത്മാക്കളേവരും കാത്തിരുന്നു കരഞ്ഞു. കലിയുഗത്തിൽ ദൈവം കരുണയോടുകൂടി ഖഡ്ഗിയായി വന്നുദിച്ചു. കരയുന്ന ഭക്തരെ കരുതി രക്ഷിക്കുവാൻ കരുണയോടെ വാഴുന്നു. കരയുന്ന ഭക്തരെ കരുതി രക്ഷിക്കുവാൻ കരുണയോടെ വാഴുന്നു. കരയുന്ന ഭക്തരെ കരുതി രക്ഷിക്കുവാൻ കരുണയോടെ വാഴുന്നു. നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗി ഉദയമായി വന്ന് ഓരോ യുഗങ്ങളിലും കർമ്മമെടുത്ത് കടന്നുപോയ ആത്മലോകത്തെ ഈ കലിയുഗത്തിൽ തൻ്റെ പാദത്തിലേക്ക് വിളിച്ചു വരുത്തി ആത്മമോക്ഷം, സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാൻ ഉന്നതനായി വാഴുന്ന ഈ കാലഘട്ടത്തിൽ സർവശക്തിയുടെ തൃപാദത്തിലെത്തുവാനും ആദർശം സ്വീകരിച്ച് ജീവിക്കുവാനും പരമഭാഗ്യം ലഭിച്ച പൊന്നോമന സന്താനങ്ങളെ വീണ്ടും ഇപ്രകാരം ഒരു ഞായറാഴ്ച ഒത്തുചേർന്ന് ആരാധിക്കുവാൻ ദൈവം അനുവദിച്ച ഈ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധന ആരംഭിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ബോംബെ പവായി ശാഖാശ്രമത്തിൻ്റെ
വാർഷിക ആഘോഷമായിരുന്നു, ഗംഭീരമായി എല്ലാം നടത്തപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ഗൂഡല്ലൂർ ശാഖാശ്രമത്തിൻ്റെ വാർഷികമായിരുന്നു. അത് ഇന്നലെയായിരുന്നു 3 ദിവസമായിട്ട് നടത്തിയത്. അതും ഉന്നതമായ നിലയിൽ നടത്തപ്പെട്ടു. ഇവിടെ ഈ സന്നിധാനത്തിൽ പൂരാളും ബക്കനാളും വെള്ളിയാഴ്ചയും ഒത്തുവന്ന ദിനത്തിൽ 12 ആചാര്യന്മാരുടെ സ്തുതി നടത്തി. ഇന്നലെ ഉത്രാടം ബക്കനാൾ സ്തുതി നടത്തി. എല്ലാം ഒന്നിനൊന്നുപരിയായ ആനന്ദത്തിൽ മഹാശക്തി നടത്തിക്കുന്നു. ഇതിൻ്റെ എല്ലാം പുണ്യങ്ങൾ ഏകോപിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ദിനമാണിന്ന്. അതിൻ്റെ എല്ലാവിധ സന്തോഷവും ചൈതന്യവും എല്ലാം ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. എന്നാൽ നമ്മളോടൊപ്പം ജീവിതം ചെയ്ത് ഒരു ത്യാഗിയായി ലോകത്തിൽ ജീവിച്ച് ഉന്നതമായ ആദർശ കർമ്മങ്ങൾ ചെയ്ത് ഒരു പുണ്യാത്മാവ് മാധവാനന്ദ സ്വാമി എന്ന നാമധേയത്തിൽ സന്യാസ സംഘത്തിലും ട്രസ്റ്റ് ബോർഡിലും എല്ലാം അംഗമായി നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, വിശേഷിച്ചും 12 ആചാര്യന്മാരിൽ ഒരാളായിരുന്ന നമ്മുടെ മാധവാനന്ദ സ്വാമി കടന്നു നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊരു ദുഃഖമാണ്. എന്നാൽ കുറച്ചു കാലങ്ങളായ അദ്ദേഹത്തിന് രോഗാവസ്ഥയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഓതറ ശാഖാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. അത്യാവശ്യം ആരാധനയ്ക്കൊക്കെ പോകും. എന്നാൽ അകത്ത് പോയി ചമ്രം പണിത് താഴെ ഇരിക്കാൻ പറ്റാത്തതിനാൽ വെളിയിലൊരു കസേരയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ, പ്രാർത്ഥിക്കേണ്ട സമയമാകുമ്പോൾ അകത്തോട്ട് കയറും, അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയമാകുമ്പോൾ അകത്തോട്ട് കയറി നിന്നുകൊണ്ട് കുറച്ച് നേരം സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഇരിക്കാനാണ് പ്രയാസം. അപ്പോൾ അത് ഒക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും അത് ഹൃദയ സംബന്ധമായ അസുഖമാണെന്ന് കണ്ടുപിടിക്കുകയും അതിന് ചില ഉപായങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും സ്വാമി സ്വയം തീരുമാനിച്ചു അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട എന്ന് സ്വയം തീരുമാനിച്ചു. അപ്പോൾ ആ തീരുമാനമാണ് ഈശ്വരനും സ്വീകരിച്ചത് എന്ന് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാവുന്നതാണ്. അധിക ദിവസം എടുത്തില്ല, ദേഹവിയോഗം ചെയ്തു. അതും ത്യാഗികളുടെ ഒരു പ്രത്യേകതയാണ്. അവർ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടയാൻ പറ്റില്ല. കാരണം ദൈവം അനുവദിച്ചു തന്ന കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ത്യാഗബോധത്തോടുകൂടി ത്യാഗകർമ്മം ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വയം തീരുമാനം എടുക്കാനും അത് ആത്മഹത്യയല്ല. അവർ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അവരങ്ങ് തീരുമാനം അറിയിക്കുകയാണ് തിരുമുൻപിലേക്ക്. നമ്മൾ ലോകത്തിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾ സ്വയം മരിക്കാൻ തീരുമാനിച്ച് മണ്ണെണ്ണ ഒഴിക്കുകയോ പെട്രോൾ ഒഴിക്കുകയോ അല്ലെങ്കിൽ ആറ്റിച്ചാടുകയോ ഒക്കെ ചെയ്യുന്ന അത് ആത്മഹത്യയാണ്. അത് അനേകം ദോഷങ്ങളും ദുഃഖങ്ങളും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന കർമ്മമാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഒരു ത്യാഗകർമ്മം ചെയ്ത ഒരു പുണ്യാത്മാവ് തൻ്റെ ദേഹം കൊണ്ട് ഇനി തിരുകർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന തീരുമാനം തിരുമുമ്പാകെ അറിയിച്ച് ആ വ്യവസ്ഥ പ്രകാരം അത് പൂർത്തീകരിക്കുന്ന കർമ്മമാണത്. അവിടെ മറ്റു ദോഷങ്ങളൊന്നുമില്ല ആർക്കും. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ഒരു ജന്മം അതങ്ങനെ കടന്നു നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ദുഃഖമാണ്. എങ്കിലും ഈ ആശ്രമത്തിൽ ഇപ്പോൾ ഇത്രയും ആളുകൾ കൂടി ഇരുന്നു കൊണ്ട് ആരാധന നടത്തുന്ന ഈ വേളയിൽ ആ പുണ്യാത്മാവിൻ്റെ ശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ഈ തിരുസന്നിധാനത്തിൽ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ ആത്മബോധോദയ സംഘ നിയമപ്രകാരം ആ കർമ്മങ്ങളെല്ലാം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഉന്നതമായ നിലയിൽ അതിൻ്റെ എല്ലാ ഔപചാരികതകളോടും കൂടി തന്നെ നടത്തപ്പെടുവാൻ സർവശക്തി അനുവദിക്കുമാറാകട്ടെ. ഉന്നതനായ ഗുരുവിൻ്റെ വാഴ്ച അകതാരിൽ കാണുന്നു നാഥ, അകതാരിൽ കാണുന്നു നാഥ.
സാധ്യമായല്ലോ, കാണുവാൻ സാധ്യമായല്ലോ. ഗുരുവിന്റെ ശോഭ വർണ്ണിപ്പാൻ സാധ്യമല്ലല്ലോ, വർണ്ണിപ്പാൻ സാധ്യമല്ലല്ലോ. കാണുന്ന കാഴ്ച ഗുരുവിന്റെ ശോഭ വർണ്ണിപ്പാൻ സാധ്യമല്ലല്ലോ, വർണ്ണിപ്പാൻ കാണുന്ന കാഴ്ച ഗുരുവിന്റെ ശോഭ വർണ്ണിപ്പാൻ സാധ്യമല്ലല്ലോ, വർണ്ണിപ്പാൻ സാധ്യമല്ലല്ലോ. കാണുന്ന കാഴ്ച ഗുരുവിന്റെ ശോഭ വർണ്ണിപ്പാൻ സാധ്യമല്ലല്ലോ, വർണ്ണിപ്പാൻ ആനന്ദരൂപ ശുഭാനന്ദ ദേവ മാറാതെ വാഴണേ എന്നിൽ, മാറാതെ വാഴണേ എന്നിൽ. ആനന്ദരൂപ ശുഭാനന്ദ ദേവ മാറാതെ വാഴണേ ആനന്ദരൂപ ശുഭാനന്ദ ദേവ മാറാതെ വാഴണേ എന്നിൽ, മാറാതെ വാഴണേ എന്നിൽ. ആനന്ദരൂപ ശുഭാനന്ദ ആനന്ദരൂപ ശുഭാനന്ദ ദേവ മാറാതെ വാഴണേ എന്നിൽ, മാറാതെ വാഴണേ എന്നിൽ. ആനന്ദരൂപ ശുഭാനന്ദ ദേവ മാറാതെ വാഴണേ എന്നതിനും ഉടമസ്ഥനുമാകുന്ന ദൈവത്തിൻ്റെ വാഴ്ച അകതാരിൽ കാണുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥയാണ് ഈ കീർത്തനത്തിലൂടെ ഇപ്പോൾ വർണ്ണിച്ചത്. കാരണം ഗുരുരൂപത്തെ ആത്മാവിൻ്റെ രൂപമായി കണ്ടു കഴിഞ്ഞാൽ അത് ലോകത്തിലുള്ള ഒരു ഭാഷ കൊണ്ട് നമുക്ക് വർണ്ണിക്കാവുന്നതല്ല. ലോകത്തിലെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇത് അതിനും അപ്പുറയാണ്. ലോകത്തിലെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞത്, ഇപ്പോൾ കയ്യിലൊരു പൊള്ളലുണ്ടായി, ഇതൊരു അനുഭവമാണ്. പൊള്ളലുണ്ടായി എന്ന് പൊള്ളിയ ഭാഗം വീർത്തു വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കാണിച്ചിട്ട് പറയാം ഇത് പൊള്ളിയതാണ് എന്ന് പറയാം. എന്നാൽ ഒരു അടയാളമില്ലാത്ത പൊള്ളലാണ് ഒരു സംഭവിച്ചതെങ്കിൽ, ഇത് പൊള്ളി എന്ന് പൊള്ളൽ ഏറ്റിട്ടില്ലാത്ത ഒരാളിനോട് നമ്മൾ ഏത് ഭാഷ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കും? പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ആ അനുഭവത്തിൽ എത്തുന്നത് വരെ ആളിനത് മനസ്സിലാവുകയേയില്ല. ഇപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊള്ളലുകളൊക്കെ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പൊള്ളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാവുകയില്ല. മധുരം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രുചി, എരിവ്, പുളി, കയ്പ്, ചവർപ്പ്, ഏത് രുചി നമ്മൾ എടുത്താലും
അത് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാളിനോട് ഉപയോഗിച്ച ഒരാൾ പറയാൻ ശ്രമിച്ചാൽ ഏത് ഭാഷ കൊണ്ട് അതിനെ വർണ്ണിക്കാൻ കഴിയും? അസാധ്യമാണ്, വർണ്ണിക്കാൻ കഴിയില്ല. അത് ഉപയോഗിക്കുന്നത് വരെ ഇത് കേൾക്കുന്ന ആളിന് ഇതിൻ്റെ ഒന്നും മനസ്സിലാവുകയില്ല. അതിനെല്ലാം ഉപരിയാണ് ഗുരുവിൻ്റെ വാഴ്ചയാൽ അകതാരിലുണ്ടാകുന്ന ആനന്ദം. എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ അങ്ങേ ഞാൻ, ലോകത്തിലുള്ള ഭാഷ തത്തുല്യമാകില്ല. എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ അങ്ങേ ഞാൻ, ലോകത്തിലുള്ള ഭാഷ തത്തുല്യമാകില്ല. ഒരു ഭാഷ കൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായി വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അത് ആത്മാവിൻ്റെ ഒരു അവസ്ഥയാണ്. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനുള്ള വ്യവസ്ഥകൾ ലോകത്തിൽ ഈശ്വരൻ തന്നെ നിയമിച്ച് നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്നതാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം എന്ന് നമ്മൾ പേര് കൊടുത്ത് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആ കാര്യമല്ല ശരിയായ സംഘം എന്ന് പറയുന്നത്. നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഞങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഇതിന് രജിസ്റ്റർ നമ്പർ വേണമെന്ന് പറയുമ്പോൾ അവരുടെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു നമ്പർ തരും. അപ്പോൾ അവിടെ ആത്മബോധോദയ സംഘം ഉണ്ട് എന്ന് സർക്കാർ നിയമത്തിലൂടെ ആർക്കും അനുഭവം അറിയാനുള്ള ഒരവസ്ഥയുണ്ടാകും. യഥാർത്ഥത്തിൽ ആത്മബോധോദയ സംഘം അതാണോ? അല്ല. ആത്മാക്കളെ ചേർത്ത് നിലനിർത്തിക്കൊണ്ട്, എങ്ങനെ ചേർത്ത് നിലനിർത്തിക്കൊണ്ട്? ഗുരു തൻ്റെ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച് ആ പ്രകാശത്തെ ആത്മാക്കളിലേക്ക് ദാനം ചെയ്ത് അവരുള്ള അറിവുകേടുകളെ മാറ്റി അറിവാക്കി തീർത്ത് അവരെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് സൂക്ഷ്മാവസ്ഥയിൽ ഒരു സംഘത്തെ നിലനിർത്തിയിട്ടുണ്ട് ലോകത്തിൽ, സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി, സമ്പൂർണ്ണ മോക്ഷത്തിന് വേണ്ടി. അതാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം ഒരു പറയലാൽ സ്ഥാപിച്ച വേദങ്ങളാണ്, വേദങ്ങളാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം ഒരു പറയലാൽ സ്ഥാപിച്ച വേദങ്ങളാണ്, വേദങ്ങളാണ് ആത്മബോധോദയ സംഘം. ലോകത്തിൽ അനേകം വേദങ്ങളുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത വേദങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പല ഭാഷകളിലായി, പല മതങ്ങളുടേതായി, പല സംസ്കാരങ്ങളുടേതായി. അതൊക്കെയാണോ വേദം? അല്ല. ഭേദബുദ്ധി മാറിയ ആത്മാവാണ് വേദം. ഭേദബുദ്ധി മാറിയ ആത്മാവാണ് യഥാർത്ഥ വേദം. ആ വേദം ചേർത്ത് നിർത്തി ദൈവം സൃഷ്ടിച്ചതാണ്. ആര് സൃഷ്ടിച്ചതാണ്? ശുഭാനന്ദ ഗുരുദേവൻ സൃഷ്ടിച്ചതാണ് ആത്മബോധോദയ സംഘം. അതിൻ്റെ സ്ഥാപകനാകുന്ന ഗുരുവിനെ, ആ പ്രകാശത്തെ ആത്മാവിൽ കാണുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അത് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ വർണ്ണനാതീതമായ ആ സുഖത്തിലേക്ക് ഓരോ ആത്മാവും ഉയർത്തപ്പെടുവാൻ, ഞാനിന്ന് പ്രഭാതത്തിൽ എൻ്റെ സമീപത്ത് നിന്നവരോട് പറഞ്ഞു, ഭാഗവതത്തിൽ അതിൻ്റെ ആദ്യ ഭാഗം ആരംഭിക്കുമ്പോൾ, ഞാൻ ഭാഗവതം മൊത്തം വായിച്ചതല്ല, എൻ്റെ ആദ്യ ഭാഗം, വീട്ടിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പണ്ട് പിതാവ് ഭാഗവതം വായിക്കുന്ന ആളായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗവതം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ആദ്യം എടുത്ത് നോക്കിയപ്പോൾ, ആദിമൂല പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാൽ ഉണർന്നെഴിഞ്ഞിടിനോർ അമൃതവും പാനം ചെയ്ത് എന്ന് തുടങ്ങി അതിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഒരു ഖണ്ഡിക പൂർത്തീകരിക്കുന്നത്, ചൊല്ലുവാൻ അനേകമുണ്ട് ഓരോരോ മുനീന്ദ്രന്മാർ, ചൊല്ലിയ വേദാന്ത സാരാദികൾ ബഹുവിധം, ചൊല്ലരുത് അവയൊന്നും, ചൊല്ലരുത് അവയൊന്നും. ചൊല്ലിയത് അനേകമുണ്ട്. ഭാഗവത്തിൽ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇന്ന് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു പുസ്തകമാണല്ലോ, ഒരു വേദമാണല്ലോ ഭാഗവതം. നമ്മുടെ ഭാനുഭാഗവതരൊക്കെ അനേകം തവണ ഇത് വായിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആദ്യം പറയുന്നില്ലേ, അത് ചൊല്ലരുത് അവയൊന്നും. എന്താ കാര്യം? നമുക്ക് പുരാണങ്ങൾ ചൊല്ലുന്നതും കേൾപ്പെന്നുള്ളതും ചെയ്യാമല്ലോ.
ആർക്ക് ഭഗവാൻ ചോദിച്ചു, ഇക്കാലത്തുള്ളവർക്ക് ആത്മാവില്ലെന്നുണ്ടോ അക്കാലത്തെ ഗ്രന്ഥം സേവിക്കുവാൻ? അപ്പൊ യഥാർത്ഥമായ ഗ്രന്ഥം, യഥാർത്ഥമായ വേദം ആരാണ്? ഭേദബുദ്ധി മാറിയ ആത്മാവാണ്. ആ ആത്മാവിനെ ഒരുക്കുവാനാണ് ആത്മനാഥൻ വന്ന് ഈ നിയമത്തെ, ഈ ആദർശത്തെ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അണിയണിയായി നിരനിരയായി നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഉന്നതമായി സത്യത്തെ അനുവർത്തിക്കാം. അവിടെയാണ് നമുക്ക് ശുദ്ധമായ ഹൃദയമുണ്ടാകുന്നത്, നിഷ്കളങ്ക പ്രഭയുണ്ടാകുന്നത്. ആ പ്രഭയിലാണ് നമ്മുടെ ഗുരുവിൻ്റെ രൂപത്തെ കാണുന്നത്. അങ്ങനെ സർവാത്മാക്കൾക്കും ഗുരുരൂപ ദർശനമുണ്ടായി ആനന്ദമനുഭവമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പരമഗുരുവിന്റെ പാദത്തിൽ എത്തിയാലുണ്ടാകുന്ന അവസ്ഥയാണ് വർണ്ണിച്ചത്. അവിടെ അണഞ്ഞാൽ ആണ് ആനന്ദം ഉണ്ടാകുന്നത്. അവിടെ അണയണമെങ്കിൽ എന്ത് വേണം? നിഷ്കളങ്കമായ ജീവിതം ഉണ്ടാകും. ഇപ്പോ ഈ സന്നിധാനത്തിൽ ഒത്തുചേർന്നിരുന്ന് ആരാധിക്കുന്ന ആത്മാക്കളും ആത്മബോധോദയ സംഘാംഗങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന സന്താനങ്ങളും ഈ സന്നിധാനത്തിലെത്തി തൃപ്പാദത്തെ ശരണം പ്രാപിച്ച് ജീവിക്കുവാൻ തുടങ്ങിയതിനു ശേഷം അനേകം സൗഭാഗ്യങ്ങൾ പല വിധത്തിലായി ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്ക് ഇവിടെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ഒരു ആഹാരം കഴിച്ചാലും ആനന്ദമുണ്ടാകും എന്ന് പറഞ്ഞു. ആഹാരം കഴിച്ചുകൊണ്ട് ആനന്ദിക്കാമെന്ന് കൽപ്പിച്ച ഭഗവാന്റെ ശിഷ്യനാണ് നമ്മൾ. ആനന്ദം പല വിധത്തിലുണ്ട്. പരമാനന്ദം ഒന്നേ ഉള്ളൂ. ആ പരമാനന്ദമാണ് പരമഗുരുവിന്റെ തൃപ്പാദത്തിൽ ഇരിക്കുന്നത്. അപ്പോ പലവിധമായ ആനന്ദം ശിഷ്യപരമ്പരകൾക്ക് ദാനം ചെയ്ത് പരമഗുരുവിലേക്ക്
ആകർഷണീയത വരുത്തുകയാണ് ചെയ്യുന്നത്. പരമഗുരുവിലേക്ക് ആകർഷണീയത വരുത്തുകയാണ് ചെയ്യുന്നത്. എനിക്കുള്ള സുഖം എന്റെ ഗുരുരൂപത്തിലാകുന്നു എന്ന്, എനിക്കുള്ള സുഖം എന്റെ ഗുരുരൂപത്തിലാകുന്നു എന്ന് ആത്മാവ് തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ ഓരോ അനുഭവങ്ങൾ കൊടുക്കുകയാണ്. ആ അനുഭവത്തിലൂടെ ഗുരുരൂപത്തെ അകതാരിൽ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹ പൂർത്തീകരണമാണ് തൃപ്പാദത്തിൽ അണയുന്നത്. വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്കിപ്പോ ഒരു വിലതീരാത്ത അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത ഒരു വസ്തു നമുക്ക് വേണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായി. ആ ഉദാഹരണത്തിന് ഒരു രത്നം പതിപ്പിച്ച മോതിരം വേണമെന്നൊരു സാധാരണക്കാരൻ ചിന്തിക്കുകയാണ്. വെറുതെ വീട്ടിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മോതിരം കിട്ടുമോ? പിന്നെ എന്ത് വേണം? അവനവന് അന്നത് കിട്ടുന്നതിൽ നിന്ന് സ്വരൂപിച്ച് അല്പാൽപമായെങ്കിലും സ്വരൂപിച്ച് ധനം സംഭരിച്ചു വെക്കണം. ഇത് ഇന്ന ആവശ്യത്തിനാണെന്നുള്ള തീവ്രമായ നിശ്ചയത്തോടുകൂടി എന്തെല്ലാം കാര്യം വന്നാലും അതിൽ നിന്ന് എടുക്കാതെ അത് അതിനായിട്ട് മാത്രം മാറ്റിവെച്ച് സൂക്ഷിച്ച് അങ്ങനെ വർദ്ധിച്ചു വരുമ്പോ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോ ഒരു മോതിരത്തിനുള്ള പൈസയായി. ചിന്തിച്ചാൽ അനേകം വർഷങ്ങളായി. പക്ഷേ ആ കാര്യം അപ്പോൾ സാധിക്കുകയാണ്. നല്ലൊരു കടയിൽ കയറി ഒരു രത്നം പതിപ്പിച്ച മോതിരം വെച്ചു വാങ്ങി വിരലിലിട്ടു. അല്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് മോതിരം വേണം മോതിരം വേണം മോതിരം വേണം എന്ന് ആലോചിച്ച് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ എന്താണ് വേണ്ടത്? ആ അറിയിക്കുന്ന അറിവിനനുസരിച്ച് കർമ്മം കൂടി ചെയ്തെങ്കിലേ ഗുരുപാദത്തിലെത്താൻ കഴിയുകയുള്ളൂ. ആ കർമ്മമാണ് സൽക്കർമ്മം. എല്ലാ കർമ്മവും ഗുരുവിൽ എത്തിക്കുന്നതല്ല. സൽക്കർമ്മം ചെയ്യുന്നവരെയാണ് ഗുരുവിന്റെ പാദത്തിലേക്ക് സ്വീകരിക്കുന്നത്. കർമ്മം ചെയ്തിടാതെ ദുഃഖ സുഖമില്ല. കർമ്മം ചെയ്തിടാതെ ദുഃഖ സുഖമില്ല. കർമ്മഫലത്തെ അറിയുന്നു ദേവദേവാ ഗുരുദേവാ ദേവദേവാ ഗുരുദേവാ ദേവദേവാ ഗുരുദേവാ ദേവദേവാ നിരന്തരമായ സൽക്കർമ്മം സദ്ഗുരുവിന്റെ പാദത്തിൽ എത്തിക്കുന്നു. അത് ലോകവശാൽ ചിന്തിക്കുമ്പോൾ വലിയ പോരായ്മകൾ വരുത്തിയവരും വലിയ കഠിന ദുഃഖം അനുഭവിക്കുന്നവര്, തീരാക്ലേശം അനുഭവിക്കുന്നവര്, രോഗദുഃഖം അനുഭവിക്കുന്നവരൊക്കെ കാണും. വലിയ പാപകർമ്മങ്ങൾ ചെയ്തവരുണ്ടാകാം. പക്ഷേ അവന്റെ ഉള്ളിൽ ഈ ആഗ്രഹം ഉണ്ടായാൽ, ആഗ്രഹം ഉണ്ടാകുന്ന നിമിഷം മുതൽ ഇതിനു വേണ്ടി ജീവിച്ചാൽ, കർമ്മിച്ചാൽ നിശ്ചയമായി ഗുരുവിന്റെ പാദത്തിലെത്താൻ കഴിയും. അങ്ങനെ അനേക ജന്മങ്ങളിലൂടെ ഈ ആഗ്രഹം വർദ്ധിച്ച് അതിനു വേണ്ടുന്നതായ കർമ്മങ്ങളെ നിവൃത്തിയാക്കി അങ്ങനെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും കടന്നു വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആ ജനന മരണങ്ങളിലൂടെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. ആ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളെയാണ് ഈശ്വരൻ സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കപ്പെട്ടവർ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ നിങ്ങളെ അറിയിച്ചത്. ഒരു കാരണവശാലും മലിനതകളിലേക്ക് പോകരുത്.
കാരണവശാലും മലിനതകളിലേക്ക് പോകരുത്. അജ്ഞാനങ്ങളിലേക്ക് പോകരുത്. അജ്ഞാനങ്ങളിലേക്ക് പോകരുത്. അസത്യം ചെയ്യരുത്. അസത്യം ചെയ്യരുത്. അധർമ്മം ചെയ്യരുത്. അധർമ്മം ചെയ്യരുത്. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. ചിത്തനാരിൽ ശുഭാനന്ദം കളിയാടട്ടെ. ചിത്തനാരിൽ ശുഭാനന്ദം കളിയാടട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. ചിത്തനാരിൽ ശുഭാനന്ദം കളിയാടട്ടെ. സൽഗുണങ്ങൾ ഭവിക്കട്ടെ, സൽക്കർമ്മങ്ങൾ തുടരട്ടെ. സൽഗുണങ്ങൾ ഭവിക്കട്ടെ, സൽക്കർമ്മങ്ങൾ തുടരട്ടെ. സൽഗുണങ്ങൾ ഭവിക്കട്ടെ, സൽക്കർമ്മങ്ങൾ തുടരട്ടെ. സൽഗുണങ്ങൾ ഭവിക്കട്ടെ, സൽക്കർമ്മങ്ങൾ തുടരട്ടെ. സച്ചിദാനന്ദ സ്വരൂപം കളിയാടട്ടെ. സച്ചിദാനന്ദ സ്വരൂപം കളിയാടട്ടെ. സത്യങ്ങൾ ഭവിക്കട്ടെ, സൽക്കർമ്മങ്ങൾ തുടരട്ടെ. സൽഗുണങ്ങൾ ഭവിക്കട്ടെ, സൽക്കർമ്മങ്ങൾ തുടരട്ടെ. സച്ചിദാനന്ദ സ്വരൂപം കളിയാടട്ടെ. സച്ചിദാനന്ദ സ്വരൂപം കളിയാടട്ടെ. അണയാത്ത അഗ്നിയുള്ളിൽ കെടാദീപമായി വാഴാൻ. അണയാത്ത അഗ്നിയുള്ളിൽ കെടാദീപമായി വാഴാൻ. അണയാത്ത അഗ്നിയുള്ളിൽ കെടാദീപമായി വാഴാൻ. ആത്മബോധം നിന്റെ ഉള്ളിൽ ഭവിച്ചിടട്ടെ. അണയാത്ത അഗ്നിയുള്ളിൽ കെടാദീപമായി വാഴാൻ. ആത്മബോധം നിന്റെ ഉള്ളിൽ ഭവിച്ചിടട്ടെ. ഭേദമറ്റ ബോധം നിന്നിൽ വേദമായി വിളങ്ങട്ടെ. 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 വേദവേദാന്ത രൂപൻ കളിയാടട്ടെ. ഭേദമറ്റ ബോധം നിന്നിൽ വേദമായി വിളങ്ങട്ടെ. ഭേദമറ്റ ബോധം നിന്നിൽ വേദമായി വിളങ്ങട്ടെ. വേദവേദാന്ത സ്വരൂപൻ കളിയാടട്ടെ. ഭേദമറ്റ ബോധം നിന്നിൽ വേദമായി വിളങ്ങട്ടെ. ഭേദമറ്റ ബോധം നിന്നിൽ വേദമായി വിളങ്ങട്ടെ. വേദവേദാന്ത സ്വരൂപൻ കളിയാടട്ടെ. അടങ്ങാത്ത ശാന്തിയായി
നിത്യശാന്തിയിലെത്താൻ കഴിയുകയുള്ളൂ. നിരന്തരമായ സൽക്കർമ്മത്തിൽ കൂടി മാത്രമേ നിത്യശാന്തിയിലെത്തുവാൻ കഴിയൂ. മുൻപ് വന്നുപോയ പോരായ്മകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മകളോ എണ്ണി തളർന്നിരിക്കാനല്ല, ഉണരുവാൻ, ഉയരുവാൻ, വളരുവാൻ. അതിനാണ് സത്യം നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. സദ്ഗുരുവിന്റെ ഉപദേശം വഴി പോലെ ഗ്രഹിക്കണം, സത്പന്ഥാവിൽ കൂടി ജീവിതം ചെയ്യണം. ആ സത്പന്ഥാവാണ് സൽക്കർമ്മ വഴി. നിരന്തരമായ സൽക്കർമ്മത്തിലൂടെ നിന്റെ ആത്മാവിന്റെ വെളിച്ചത്തെ നീ തന്നെ അനുഭവിക്കുക. ആ വെളിച്ചം നിന്നെ വീണ്ടും വഴി നടത്തും. അത് ആ വഴി വളരെ ഉയരത്തിലേക്കുള്ള വഴിയാണ്. ആ ഉയരത്തിലേക്കുള്ള വഴിയിൽ എത്തിച്ചേരുമ്പോഴാണ് ഉന്നതമായ ലോകം, നിത്യാനന്ദം നിന്നിൽ അനുഭവമാകുന്നത്. ആ അറിവും സൽക്കർമ്മവും ഉള്ളവരെന്ന് ഉന്നതർ, ഉന്നതനാ ഗുരു അവർക്ക് ഉള്ളിൽ വാസം ചെയ്യുന്നു. ആ അങ്ങനെ ഉള്ളവന്റെ വാഴ്ച ഉള്ളതുപോലെ ഉള്ളിൽ കാണുവാനുള്ള ഉള്ള മാർഗമാണ് ആത്മബോധോദയ സംഘം. ആ ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന നിങ്ങൾ ഒരിക്കലും തളരരുത്. അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോയി എന്ന് ഓർത്ത് വിലപിക്കാനല്ല. ഇതിനെ സ്വീകരിച്ച നിമിഷം മുതൽ എന്റെ ഗുരു എന്നെ ഇതാ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ ആ ബലമുള്ള തൃക്കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു, ഇനി എനിക്ക് ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. ഈ ലോകത്തിലെ ഒരു വസ്തുവിനെയും ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന പരിപൂർണ ബോധ്യത്തോടുകൂടി പഞ്ചഗുണങ്ങളെ സ്വീകരിച്ച് പഞ്ചദോഷങ്ങളെ ഒഴിവാക്കി പഞ്ചശക്തിയോട് ഇണങ്ങി ജീവിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. അതാണ് ആത്മസ്വരൂപത്തെ തെളിയിക്കുന്നത്. പഞ്ചശക്തികളുടെ ഏകോപനമാണ് ആത്മാവ്. ആ ഏകോപനത്തെ ആത്മാവായി നിലനിർത്തിയിരിക്കുന്നതിനെ മുഴുവൻ വെളിപ്പെടുത്തുവാനാണ്. ഏകോപനത്തെ നിലനിർത്തിയിരിക്കുന്നത് ഇതിനെ മുഴുവൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതും വെളിപ്പെടുത്തുവാൻ ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. അറിയുവാൻ ആത്മാവ് അല്ലാതെ ഒരുവരില്ല. അറിവ് ആത്മാവാണ്. ആത്മാവ് അല്ലാതെ ഇതറിയുവാൻ വേറെ ഒരാളുമില്ല. അപ്പോൾ ആത്മാവായി ജന്മം കിട്ടിയിരിക്കുന്ന മനുഷ്യ ജന്മമേ, നിങ്ങൾ ഒരിക്കലും ചെറുതല്ല. ലോകവശാൽ നിങ്ങൾക്ക് പലവിധത്തിലുള്ള പോരായ്മകൾ മറ്റുള്ളവർക്ക് ചിന്തിക്കാനുണ്ടായേക്കാം. ആ ചെറിയ വീടായിരിക്കാം, സ്വന്തമായി വാഹനമില്ലായിരിക്കാം, ആ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ യഥേഷ്ടം ധനമില്ലായിരിക്കാം. അതൊന്നുമല്ല ആത്മാവിന്റെ യോഗ്യത എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ രൂപത്തെ അംശിച്ചു നൽകിയതാണ് ആത്മാവിന്റെ രൂപം. ഇത് പരമാത്മരൂപമാക്കുവാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ നിരന്തരമായ സൽക്കർമ്മത്തിലൂടെ പരമാത്മവാഴ്ചയെ അകതാൽ കാണുവാൻ വേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമമാണ് നിയമജീവിതം. ആ ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ, ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ, ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ, ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ നിഷ്കളങ്ക ഭക്തരായി ജീവിതം ചെയ്തിടണോ. ഓ ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ, ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ നിഷ്കളങ്ക
സദ്ഗുരുവിൻ രൂപത്തെ ആത്മരൂപമായി കണ്ടാലും കൊതിച്ചിടുന്നു. ഓ ദേവന്മാർ കൊതിക്കുന്നു, ദൂതന്മാർ കൊതിക്കുന്നു. ഓ ദേവന്മാർ കൊതിക്കുന്നു, ദൂതന്മാർ കൊതിക്കുന്നു. മാനവലോകങ്ങളാകെ ഒന്നായി കൊതിക്കുന്നു. ഓ ദേവന്മാർ കൊതിക്കുന്നു, ദൂതന്മാർ കൊതിക്കുന്നു. മാനവലോകങ്ങളാകെ ഒന്നായി കൊതിക്കുന്നു. ഓ ഭൂമിയിലില്ലാത്തൊരു സൗരഭ്യം പകരുന്നു. ഓ ഭൂമിയിലില്ലാത്തൊരു സൗരഭ്യം പകരുന്നു. ഓ ഭൂമിയിലില്ലാത്തൊരു സൗരഭ്യം പകരുന്നു. ഓ കണ്ണഞ്ചിപ്പിക്കുന്നൊരു ശോഭ പകർത്തിയിടുന്നു. ഓ കണ്ണഞ്ചിപ്പിക്കുന്നൊരു ശോഭ പകർത്തിയിടുന്നു. ഓ ഭൂമിയിലില്ലാത്തൊരു സൗരഭ്യം പകർത്തുന്നു. ഓ കണ്ണഞ്ചിപ്പിക്കുന്നൊരു ശോഭ പകർത്തിയിടുന്നു. ഓ ആത്മരൂപം ദൈവരൂപമായി വസിച്ചിടുന്നു. ആത്മരൂപം ദൈവരൂപമായി വസിച്ചിടുന്നു. ആദിയന്തമില്ലാതുള്ളൊരാനന്ദം കണ്ടിടുന്നു. ആത്മരൂപം ദൈവരൂപമായി വസിച്ചിടുന്നു. ആദിയന്തമില്ലാതുള്ളൊരാനന്ദം കണ്ടിടുന്നു. ഓ ആനന്ദമേ 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 എപ്പോഴും. 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 ഓ ആദിയന്തമില്ലാതുള്ളൊരാനന്ദം കണ്ടിടുന്നു. ഓ ആദിയന്തമില്ലാതുള്ളൊരാനന്ദം കണ്ടിടുന്നു. ഓ ആനന്ദമേ 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 എപ്പോഴും. 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 ആനന്ദമേ
ആനന്ദമേ ആനന്ദമേ ആനന്ദമേ എപ്പോഴും 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 ആദ്യന്തമില്ലാതുള്ളൊരാനന്ദം കണ്ടിടുന്നു 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 ആദ്യന്തമില്ലാതുള്ളൊരാനന്ദം കണ്ടിടുന്നു. ഉന്നതമാകുന്ന ഈ പരമാനന്ദം ഉന്നതമാകുന്ന ഈ പരമാനന്ദം ഇത് ഓരോ ആത്മാവിലും എത്തിക്കുവാനാണ് ഈ നിയമങ്ങളെല്ലാം ദാനം ചെയ്തിരിക്കുന്നത്. ഓരോ ആത്മാവിൽ എത്തിക്കുവാനാണ് ഈ നിയമങ്ങളെല്ലാം ദാനം അതുകൊണ്ട് ഒരു വിധത്തിൽ ഒരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ അതുകൊണ്ട് ഒരു വിധത്തിൽ ഒരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ അങ്ങ് ജീവിക്കാം എന്ന് തീരുമാനിക്കാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിക്കാതെ ഈ സത്യം സ്വീകരിച്ച ഓരോ ആത്മാവും ഈ സത്യം സ്വീകരിച്ച ഓരോ ആത്മാവും എന്റെ ഗുരുവിന് എന്താണോ ഹിതം അതനുസരിച്ച് ജീവിക്കണം എന്നൊരു തീരുമാനമാണ് വരേണ്ടത്. എന്റെ ഗുരുവിന് എന്താണോ ഹിതം അതനുസരിച്ച് ജീവിക്കണമെന്നൊരു തീരുമാനം ഓരോരുത്തരും ജീവിച്ചു വന്ന ഓരോ വിധത്തിലുള്ള ശൈലികൾ ഉണ്ടാവും. ഓരോരുത്തരും ജീവിച്ചു വന്ന ഓരോ വിധത്തിലുള്ള ഓരോ ജീവിത ശൈലികൾ ഉണ്ടാവും. ഓരോ ജീവിത ശൈലികളുണ്ടാവും. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും. ഇതെല്ലാം ഗുരുവിന്റെ അറിവിനനുസരിച്ച് മാറ്റപ്പെടുത്തുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ സൽക്കർമ്മത്തിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഗുരുവിന്റെ അറിവിനനുസരിച്ച് മാറ്റപ്പെടുത്തുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ സൽക്കർമ്മങ്ങളിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയൂ. പണ്ട് ഒരു സിഖുകാരൻ അദ്ദേഹത്തിന്റെ ഈ ഷൂസും സോക്സും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരുപാട് ദിവസം ഉപയോഗിച്ചിട്ടങ്ങ് വല്ലാത്ത ദുർഗന്ധമാണ്. ഇപ്പൊ ആവശ്യമുള്ള ഒരു വൃത്തി ഇല്ല പൊതുവെ ആ കൂട്ടർക്ക് ഇല്ല എന്നൊക്കെയാണ് പണ്ട് പറയുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇപ്പൊ വലിയ വൃത്തിക്കാരാണ് അവര്. പഴയ ഒരു കഥയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, ആ സഹധർമ്മിണിയുടെ ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് പോകുവാൻ വേണ്ടി ഈ സിഖുകാരൻ ഈ ഭർത്താവിന് ഒരു പുതിയ സോക്സ് വാങ്ങിച്ചു കൊടുത്തു. ഷൂസ് ഒക്കെ വൃത്തിയാക്കി പുതിയൊരു സോക്സ് വാങ്ങിച്ചു കൊടുത്തു. ഇത് വിട്ടുകൊണ്ട് വിവാഹത്തിന് വരാവൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും കല്യാണത്തിന്, അപ്പൊ അവര് തലേ ദിവസം പോയി, ഇദ്ദേഹം കല്യാണത്തിന്റെ അന്നാ ചെന്നു. കല്യാണത്തിന് ചെന്നപ്പോഴും ഇദ്ദേഹത്തിനടുത്ത് വന്നപ്പോ ദുർഗന്ധം തന്നെ. ഞാൻ പുതിയത് വാങ്ങി തന്നിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ചില്ലേ? നീ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയരുത്, അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് കൈ വെച്ചിരിക്കുക, കളഞ്ഞില്ല. ഇത് ആത്മബോധ സംഘത്തിൽ നടക്കില്ല. പഴയതൊക്കെ ഞാൻ കളയണം. കളങ്കമെല്ലാം മാറ്റണം. നല്ലതൊന്നും മാറ്റണ്ട, ആവശ്യമില്ലാത്ത ചില ശീലക്കേടുകളൊക്കെ അങ്ങ് മാറ്റണം. ഗുരുവിന് എന്താണോ ഇഷ്ടമെന്ന് ആരാഞ്ഞറിയണം. ഞാൻ മുമ്പേ മോതിരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അതിന് എന്താണ് മാർഗം, അതിൽ എത്തിച്ചേരാൻ എന്താണ് മാർഗം, ആ അറിവിനെ ആദ്യം സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യന്റെ കടമ. ഗുരുവിന്റെ ഹിതമായി തീരണമെങ്കിൽ ഞാൻ എന്തെല്ലാം പ്രവർത്തിക്കണം.
നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നടത്താവുന്ന പൂജകളിലൊക്കെ വലിയ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ നടത്താവുന്ന പൂജകളുടെയൊക്കെ വലിയ ലിസ്റ്റ്. അപ്പൊ അതിന് ഓരോ പ്രത്യേകതയാണ്. ഓരോ ദേവന് ഓരോ പൂജകളാണ്. ഓരോ ദേവന് ഓരോ പൂജകളാണ്. ഈ പൂജ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രത്യേക പുഷ്പങ്ങളും നിവേദ്യ സാധനങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട്. പൂജ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രത്യേക പൂജ പുഷ്പങ്ങളും നിവേദ്യ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയിലാണ്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത. അപ്പൊ ഇതിന്റെ നീണ്ട ഒരു ലിസ്റ്റ് കാണാം. ഇത് പ്രകാരമാണ് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് അവിടെ പൂജ നടത്തുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം? ആ വസ്തു ഉപയോഗിച്ച് അവിടെ പൂജ ചെയ്താൽ അവിടുന്ന് ആ ഫലം സിദ്ധിക്കുമെന്ന് അറിവുള്ളവർ എഴുതി വെച്ചതാണ് ഈ ലിസ്റ്റ്. ഈ വ്യവസായാടിസ്ഥാനത്തിൽ പുതിയ രൂപകൽപ്പന ചെയ്ത കാര്യങ്ങളല്ല, പഴമക്കാരുടെ കാലത്തുണ്ടായിരുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അന്ന് വലിയ വലിയ ദിവ്യന്മാര്, ദിവ്യദൃഷ്ടിയുള്ളവര്, അവര് എഴുതി വെച്ച കാര്യങ്ങളാണ് അതാത് സ്ഥലങ്ങളിൽ പൂജാവിധിയായി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഏകദേശം പഴയ ക്ഷേത്രങ്ങളിലെല്ലാം വില്ലുമംഗലം തിരുമേനിയാണ് പൂജാവിധികൾ നിശ്ചയിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം മിക്കപ്പോഴും ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ശ്രീകോവിലായിരിക്കില്ല തൊഴുന്നത്. അദ്ദേഹത്തിന് ആ ദിവ്യ ദൃഷ്ടിയുണ്ട്. ആ ദേവത അപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത്, ചിലപ്പോൾ ഒരു തൂണിന്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലായിരിക്കും, അല്ലെങ്കിൽ കൊടിമരത്തിന്റെ വീട്ടിലായിരിക്കും. അവിടെ പോയാണ് അദ്ദേഹം തൊഴുന്നത്. അത് കാണാനുള്ള കാഴ്ച, ഭഗവാനെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യമുണ്ടായ ജന്മമാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ കണ്ട പ്രത്യേകതകൾ വെച്ച് ഓരോ ഇടത്തും പൂജകൾ അദ്ദേഹം വിധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായ ഫലവുമുണ്ട്. ഇതുപോലെ സദ്ഗുരുവിന്റെ ഹൃദയത്തിലേക്ക് ചേർക്കപ്പെടുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഒരു ശ്രദ്ധയും ഓർമ്മയും ആകാംക്ഷയും ആർത്തിയും ഒക്കെ ഉള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ ഗുരുവെങ്കിലേക്ക് അല്ലെങ്കിൽ ഗുരുപാദത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയൂ. അപ്പൊ അതിന്റെ വ്യവസ്ഥകൾ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്വേഷിച്ചങ്ങ് അലയേണ്ട ആവശ്യമൊന്നുമില്ല. നിയമങ്ങളും ആരാധനാക്രമങ്ങളും എന്ന നാമത്തിൽ വളരെ ചെറിയൊരു പുസ്തകം നമുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള ഈ വസ്തു ഇച്ചിരൂടെ കാര്യമായി ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വില മനസ്സിലാക്കുന്നവർക്ക് ഇത് ഏത് രൂപത്തിലിരുന്നാലും വിലയുണ്ട്. അതിന് വെറുതെ ഒരു തൊണ്ടുപേപ്പറിൽ എഴുതി കൊടുത്താലും അതിന് വിലയുണ്ട്. അപ്പൊ ആ വിലയറിയുന്നവർ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളൂ. അങ്ങനെ നിയമപുസ്തകം വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള എന്റെ സന്താനങ്ങൾക്ക് അറിയാം, സദ്ഗുരുവിന്റെ ഹിതങ്ങളാണ് നിയമങ്ങളായി തന്നിരിക്കുന്നത്. അതിനെ പാലിച്ച് ജീവിച്ചാൽ ഈ നിത്യാനന്ദ പാദത്തിൽ എത്തുവാൻ കഴിയും. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ സ്വർഗപിതാവാം സർവേശ്വരൻ ഇതിന്റെയൊക്കെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ തന്നെ ഏറ്റവും വലിയ നിയമമാണ്. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ സ്വർഗപിതാവാം സർവേശ്വരൻ മർത്യനായിട്ടുദയമായി. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ സ്വർഗപിതാവാൻ സർവേശ്വരൻ കണ്ണിനു കണ്ണായി എന്ന് പറയുന്നു. നിഷ്കളങ്ക സ്വരൂപൻ കണ്ണിന് കണ്ണായി വാഴുന്നു. ഇവിടെ നിത്യാനന്ദ സ്വരൂപൻ മർത്യനായി വന്നു. അപ്പോ ഇതിനൊക്കെ അതീതമായി നിൽക്കുന്ന വസ്തുവാണ് ഗുരു എന്ന് തിരിച്ചറിയണം. അതിനെ ആരാധിക്കണം, സത്യം ഗ്രഹിക്കണം, നിത്യം സ്തുതിക്കണം. സത്യം സൽക്കർമ്മം നിത്യവും ചെയ്യണം, നമ്മൾ നിത്യാനന്ദത്തിൽ ലയിക്കുവാൻ. സൽക്കർമ്മം നിത്യവും ചെയ്യണം, നമ്മൾ നിത്യാനന്ദത്തിൽ ലയിക്കുവാൻ. സത്യം ഗ്രഹിക്കണം, നിത്യവും സ്തുതിക്കണം. സത്യം ഗ്രഹിക്കണം,
ഹിതങ്ങളെ നിഷ്കളങ്ക സ്വരൂപനാകുന്ന വിലുവിന്റെ തിരുഹിതങ്ങളെ നിത്യവും ചെയ്ത് ജീവിക്കുവാൻ പരിശീലിക്കുക. നിത്യവും ചെയ്ത് ജീവിക്കുവാൻ ഏവരും നിത്യാനന്ദത്തിന് അവകാശികളായി തീരുമാറാകട്ടെ. നിത്യാനന്ദത്തിന് അവകാശികളായി തീരുമാറാകട്ടെ. അപ്രകാരം സദ്ഗുരുവിന്റെ ഹിതങ്ങൾ ചെയ്ത് അപ്രകാരം സദ്ഗുരുവിന്റെ തിരുഹിതങ്ങൾ ഗുരുപ്രസാദത്തിന് പാത്രീഭൂതനായി തീർന്ന ഗുരുപ്രസാദ് ഗുരുദേവന്റെ ജന്മനക്ഷത്ര മഹോത്സവമാണ് ഏപ്രിൽ മാസം 10-ാം തീയതി നടക്കാനിരിക്കുന്നത്. ഉന്നതമായ ചടങ്ങുകളോടുകൂടി ആ ദിനം ആഘോഷിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും എത്തിച്ചേർന്ന് ആ ഉന്നതമായി ആഘോഷിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ഒരുക്കി തരുമാറാകട്ടെ. ഉള്ളും പുറവുമായതിന് ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിൽ കൂടി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. 17 സംവത്സരക്കാലം അത്യുന്നതനായി വാണിരുന്ന സദാനന്ദ സിദ്ധ ഗുരുദേവ തിരുവടികൾ ദേഹം വിട്ട ദിനമാണ് സമാധി ദിനമായി ഈ മാർച്ച് മാസം 21-ാം തീയതി ആചരിക്കുന്നത്. അന്നേ ദിവസം ഒരു നേരത്തെ നെല്ലരി ആഹാരത്തോടുകൂടി ആ വിശുദ്ധവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഏവരും അത് ആചരിക്കുക. മഹാശക്തിയെ ഏവരെയും ദർശിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ പുണ്യപൂരമാഗതമാവുകയാണ്. ആ തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. സ്ഥാപകൻ പരമാചാര്യൻ പരമഗുരു പരമോന്നതൻ കലിയുഗ ഖഡ്ഗി ഉന്നതമായ തിരുവതാരം നടത്തിയ പുണ്യദിനമാണ് മേടമാസത്തിലെ പൂരം നക്ഷത്രം. 3 യുഗങ്ങളിലെയും കർമ്മഫലങ്ങളെ സ്വീകരിച്ച് ആത്മലോകത്തെ ദേവലോകമാക്കി ആനന്ദ നടനമാടുവാൻ അവതാരമായി വന്ന സുദിനം. ആത്മലോകത്തിന്റെ പുണ്യദിനമാണ് മേടമാസത്തിലെ പൂരം നക്ഷത്രം. ആ പുണ്യതകൾ മുഴുവൻ ആവാഹിക്കത്തക്ക വിധം ഒന്നായി നിന്ന് പ്രവർത്തിക്കുവാൻ, അറിവിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ, നിയമത്തിൽ പ്രവർത്തിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആദർശക്കൊടി ഉയർത്തുന്ന നിമിഷം മുതൽ അത് ഇറക്കുന്ന നിമിഷം വരെയും ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് ആത്മലോകം ഉയർന്നു പൊങ്ങുവാൻ തക്ക വിധം സർവപ്രകൃതികളും തുണയായി മാറട്ടെ. സർവലോകങ്ങൾ ഒരുക്കപ്പെടട്ടെ. സർവദേശങ്ങൾ ഒരുക്കപ്പെടട്ടെ. സർവവീഥികൾ ഒരുക്കപ്പെടട്ടെ. സർവഹൃദയങ്ങൾ ഒരുക്കപ്പെടട്ടെ. സർവശാഖാശ്രമങ്ങൾ ഒരുക്കപ്പെടട്ടെ. സർവഭവനങ്ങൾ ഒരുക്കപ്പെടട്ടെ. ഈ സന്നിധാനം ഉള്ളും പുറവുമായി ഒരുക്കപ്പെടട്ടെ. എന്റെ ദേവന്മാരും ഭൂതപരമ്പരകളും സർവഭൂതഗണങ്ങളും പൂർവേശ്വരന്മാരും സന്യാസ
ഐശ്വര്യരൂപൻ, ഓ അഷ്ടൈശ്വര്യദായകനാകുന്ന മഹാശക്തി, ഇതാ ദിവ്യപുരുഷനായി ആത്മപുരുഷനായി ആനന്ദരൂപനായി ദിവ്യപുരുഷനായ ആത്മപുരുഷനായ ആനന്ദരൂപനായ ഈ ലോകത്തിൽ ശുഭാനന്ദ നാമത്തിൽ വാഴുന്നുവെന്ന പരമസത്യം ഭാരതനാമത്തിൽ വാഴുന്ന രമസത്യം ആത്മലോകത്തെ അറിയിക്കുവാൻ വേണ്ടി അറിയിക്കുക. ആ ശാന്തി ഗോപുരം നിർമ്മിക്കുന്നു. ആ ശാന്തിഗോപുരം ആ ഉന്നതമായതിന്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നവരെ, പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. സങ്കല്പിക്കുന്നവരെ, നേർച്ചയർപ്പിക്കുന്നവരെ, ഓ അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നവരെ, ഓ അതിനെ തന്നെ ധ്യാനിച്ച് ജീവിക്കുന്നവരെ, ഓ ഏവർക്കും സന്തോഷവും ആനന്ദവും ഉളവാകത്തക്ക വിധം ഏവർക്കും സന്തോഷവും ആനന്ദവും ഉളവാകത്തക്ക വിധം ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ മഹാശക്തിയുടെ തിരുവുള്ളം കനിയട്ടെ. ഏറ്റവും വേഗം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ മഹാശക്തിയുടെ നികൃതം കഴിയട്ടെ. അതിന്റെ ദിവ്യമായ രൂപത്തെ അതിന്റെ ദിവ്യമായ ഓ ഉള്ളും പുറവുമായി ദർശിച്ച് ഉപദ്രവമായ ആ ദിവ്യാനന്ദാനുഭൂതിയിൽ നിന്നുകൊണ്ട് അതിനെ പകർത്തുന്ന ആ ദിവ്യാനന്ദാനുഭൂതിയിൽ നിന്നുകൊണ്ട് അതിനെ പകർത്തുന്ന ആ എന്റെ ആത്മദീപത്തെ യോഹന്നാന്റെ ആത്മദീപത്തെ ഓ ആയിരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതുമാറാകട്ടെ. ആയിരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതുക. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും അതുപോലെ രാജഗോപാൽ ഭക്തനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദേവരെയും രക്ഷിക്കട്ടെ. ഇന്നേ ദിവസം ഒത്തുചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ദർശിക്കുന്നു. ദൈവത്തിൽ ചേർന്ന് നമ്മൾ ഓരോരുത്തരെയും എല്ലാ നേർച്ചകളും ഞാൻ സ്വീകരിക്കുകയാണ്. മഹാശക്തി മഹാശക്തി ആ വളരെ വിദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുണ്ട് ഇന്ന് ആരാധനയിൽ. ഈ വളരെ വിദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുണ്ട് ഈ ആരാധന. ആ കന്യാകുമാരിയിൽ നിന്നും കന്യാകുമാരി, തലശ്ശേരിയിൽ നിന്നും തലശ്ശേരി, നിലമ്പൂരിൽ നിന്നും നിലമ്പൂരിൽ ആ അതുപോലെ വളരെ വിദൂരങ്ങളിൽ നിന്നൊക്കെ ഒക്കെ എത്തിയവരുണ്ട്. അതുപോലെ വളരെ വിദൂരങ്ങളിൽ നിന്ന് എല്ലാവരെയും ഞാൻ ആളാമ്പ്ര ദർശിക്കുകയാണ്. എല്ലാ നേർച്ചകളും സ്വീകരിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. തൊഴിലില്ലാതെ വലയുന്നവർക്ക് നല്ല തൊഴിലും നല്ല ധനവും ഒക്കെ ലഭിക്കുവാൻ ഇടയാകുമാറാകട്ടെ. ആ എല്ലാ കർമ്മങ്ങൾക്കും വന്ന് പങ്കുചേരുവാൻ തക്ക വിധം മഹാശക്തി എല്ലാം നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിൽ നിന്ന് ജന്മമെടുത്ത് ഓ ഒരു സാധാരണക്കാരനായി ജീവിതം ചെയ്ത് എന്നാൽ ഉന്നതനാകുന്ന ഗുരുവിനെ അറിഞ്ഞ് ജീവിച്ച് ആ കർമ്മങ്ങളൊക്കെ സ്വന്തം കർമ്മങ്ങളായി നിർവഹിച്ച് ആ ത്യാഗ കർമ്മത്തെ കണ്ടുകൊണ്ട് സന്യാസത്തിലേക്ക് ഈശ്വരനാൽ സ്വീകരിക്കപ്പെട്ട് ആ വിധത്തിൽ നിലനിർത്തിയിരുന്ന എന്റെ മാധവാൻ സ്വാമി ഇതാ കടന്നു നിൽക്കുകയാണ്. ആ ആത്മാവിന്റെ ശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ഈ സന്നിധാനത്തിൽ വെച്ച് ആ 10 മണിയോടുകൂടി ആ അനന്തര കർമ്മങ്ങളൊക്കെ നടത്തി ആത്മാവിന്റെ ശാന്തിക്കായി പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാം മംഗളകരമായി നടത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നടക്കാനുള്ള ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ എല്ലായിടത്തും പോയി പങ്കെടുക്കുക. ആ മുംബൈ പവായിൽ നടന്ന വാർഷികവും ആ തമിഴ്നാട് ജില്ലയിൽ ഗൂഡല്ലൂർ നടന്ന വാർഷികവും എല്ലാം ഉന്നതമായി നടത്തിത്തന്ന മഹാശക്തിയെ നന്ദിയോടെ സ്തുതിക്കാം. ഇനി നടക്കാനുള്ളത് ഉന്നതമായി നടത്തപ്പെടട്ടെ. എല്ലാം നടത്തുവാനും എല്ലാവരെയും ദർശിക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കുവാനും ആദർശത്തെ വളർത്തുവാനും ആത്മനാഥൻ പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ഏവരെയും അനുഗ്രഹിക്കുവാനും ആനന്ദിപ്പിക്കുവാനും വാഴുമാറാകട്ടെ. സർവലോകനാഥന്റെ ദിവ്യമായ കാരുണ്യവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്ക വിധം മഹാശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. മഹാശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ ആത്മാവിന്റെ സ്വരൂപത്തെ ആത്മാവിൽ കണ്ടിടുവാൻ ആത്മാവിന്റെ